മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാരിന് പിന്തുണച്ച NSSുമായി അനുനയ നീക്കത്തിന് കോൺഗ്രസ്. NSSുമായി സംസാരിക്കുമെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന് NSS നൽകിയ പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും പോസ്റ്റർ പ്രതിഷേധമുണ്ടായി. ആലപ്പുഴ നൂറനാട് പണയിൽ വിലാസം കരയോത്തിന് മുന്നിലും കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിലുമാണ് NSSനെതിരായ ബാനറുകൾ സ്ഥാപിച്ചത്. സ്വന്തം കാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെയും NSSനെയും പിന്നിൽ നിന്ന് കുത്തിയെന്നും സുകുമാരൻ നായർ രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് ആലപ്പുഴയിലെ ബാനർ. സമുദായത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് നാണക്കേടാണെന്ന വാചകത്തോടെ NSS കരയോഗ ഓഫീസിന് മുന്നിലാണ് വേങ്ങയിൽ ബാനർ കെട്ടിയത്. NSS അനുഭാവികൾ എന്ന പേരിലായിരുന്നു ബാനർ. NSSനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ലെന്നും അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. NSസുമായി അകൽച്ചയില്ലെന്നും സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സമദൂര സിദ്ധാന്തം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു സമുദായവുമായി UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല, ഒരു അകൽച്ചയും. സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് NSS പരിപാടിയിൽ ഉദ്ഘാടകനായെത്തിയതും ചർച്ചയായി. മീനച്ചൽ താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഗമമാണ് ദേവസ്വം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.